Hi dears, Assalamu alaikum. Good evening. Welcome back to Zain'S Wonder World. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പഫ്സിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ അതേ രുചിയിൽ നമുക്ക് വീട്ടിലും പഫ്സ് തയ്യാറാക്കാം, അതും ഫ്രൈ പാനിൽ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ Zain'S Wonder World നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഫ്സ് തയ്യാറാക്കാൻ ആദ്യം നമുക്കൊരു ഡോ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/4 കപ്പ് ഡാൽഡയാണ് ഞാൻ എടുത്തത്. ഡാൽഡയാണ് നല്ലത് എന്നല്ല, മാർജറിനാണ് ഇതിൽ സാധാരണ ഉപയോഗിക്കുക പഫ്സ് ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട്, ലോക്ക്ഡൗൺ കാരണം പോയി വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഡാൽഡയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ അതിന് വേണ്ടി നല്ല തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണിത്. എത്ര ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് കുഴച്ച് കഴിഞ്ഞിട്ട് അവസാനം പറയാം. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി തന്നെ കുഴച്ചെടുക്കണം. കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കുന്നിടത്താണ് ഇതിൻ്റെ പഫ്സ് നന്നാവുന്നത്. നന്നായി സോഫ്റ്റാക്കി കുഴച്ച് തന്നെ എടുക്കണം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം. നല്ലൊരു ഇഫ്താർ വിഭവമാണ്. ഇഫ്താർ വിഭവം മാത്രമല്ല, കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇഫ്താർ അല്ലാത്ത സമയത്തൊക്കെ കൊടുക്കാം. ഇവിടെ ഇപ്പം ഇഫ്താർ നോമ്പായതുകൊണ്ട് രാവിലെ നേരം വെളുത്താൽ മക്കൾ ആദ്യം ചോദിക്കുക ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോന്നും ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഇന്നത്തെ വിഭവം പഫ്സാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. ഇത് കുഴച്ചെടുക്കുന്നിടത്താണ് പഫ്സിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇടിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇനി കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത്രയും ബാക്കിയുണ്ട്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യമാണെങ്കിൽ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ താഴ്ത്തി കൊടുത്താൽ മേലേക്ക് തന്നെ പൊന്തി വരുന്ന രീതിയിൽ വേണം. അത്രക്ക് സോഫ്റ്റായിട്ട് കുഴക്കുക തന്നെ വേണം. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ആദ്യം ചേർത്ത വെള്ളം അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആദ്യത്തെ വെള്ളത്തിൽ തന്നെയാണ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തത്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നവരെ മാത്രം റെസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മളിതിൽ റൈസിങ് ഏജൻസ് ഒന്നും ചേർത്തിട്ടില്ല. പഞ്ചസാര ചേർത്തിരിക്കുന്നത് റൈസിങ് ഏജൻ്റ് ആയിട്ടല്ല. ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിലെ കാരമലിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഫ്രൈ പാനിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ കാരമൽ കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വേണം വലിയ ഉള്ളി അരിഞ്ഞെടുക്കാൻ. വലിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് ഞാൻ ചതച്ചെടുത്തതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വഴന്ന് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഇതേ രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. അടച്ചിട്ട് വഴറ്റിയെടുക്കരുത്. അടച്ചിട്ടാൽ വാട്ടർ കണ്ടൻറ്റ് കൂടും.
അപ്പോൾ പിന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കുമ്പോൾ ശരിയായി കിട്ടില്ല. അതിനാൽ ഇതേ രീതിയിൽ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഉപ്പും ചേർത്തു ആവശ്യത്തിനുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റോ 1/2 തക്കാളിയോ ചെറുതാക്കി മുറിച്ചിട്ട് ഇതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഡോ ശരിയാക്കി എടുക്കാം, പരത്തിയെടുക്കണം. ഇനി നമുക്ക് പഫ്സിനുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ടോ അല്ലെങ്കിൽ പരത്തിയെടുക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അത് ഞാൻ കുറച്ച് പൊടി തൂവി കൊടുക്കട്ടെ. ഇനി ഇത് നന്നാക്കിയിട്ട് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കി തന്നെ പരത്തിയെടുക്കാം. കട്ടി കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിത് മാക്സിമം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വനസ്പതി ഡാൽഡ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ ആവുന്ന രീതിയിൽ നന്നായി തന്നെ തേച്ച് കൊടുക്കണം. പഫ്സ് ഉണ്ടാക്കുന്നിടത്തൊക്കെ ഇതിന് പകരം മാർജറീനാണ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ട് തേച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഡാൽഡ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കുകയാണ്. മൈദപ്പൊടി തന്നെ എല്ലായിടത്തും ഒന്ന് ഇത് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പഫ്സ് കഴിക്കുന്നത് ഹെൽത്ത് വൈസ് നല്ലതാണ് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഡാൽഡ മാർജറിനൊക്കെ ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അതൊന്നും ഹെൽത്തിന് വലിയ നല്ലതൊന്നുമല്ല. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ മക്കൾക്കൊരു പൂതിക്ക് ഞങ്ങൾ പുറത്ത് പോയാലൊക്കെ കൂൾ ബാറിലൊക്കെ കയറിയ മക്കൾ ആദ്യം ആവശ്യപ്പെടുക പഫ്സാണ്. അപ്പോൾ അത് കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ്. ഇനി ഞാനിതൊന്ന് മടക്കിയെടുക്കാൻ പോവാണ്. ഞാനിങ്ങനെ സാരി ഫോൾഡിങ്ങിൻ്റെ രീതിയിൽ മടക്കിയെടുക്കുകയാണ്. ഇങ്ങനെ മടക്കുന്ന ഓരോ ലെയറിലും ഡാൽഡ തേച്ച് കൊടുക്കണം, പൊടിയും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതേ രീതിയിൽ മടക്കിയെടുക്കുകയാണ്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ മടക്കിയെടുക്കട്ടെ. ഇപ്പോൾ ഞാനിതിങ്ങനെ സാരി ഫോൾഡിങ് ചെയ്യുന്ന ഇങ്ങനെ മടക്കി എടുക്കുന്നതിനാണ് സാരി ഫോൾഡിങ് എന്ന് പറയുക. ഇങ്ങനെ മടക്കി നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങോട്ടേക്കും മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് വീണ്ടും പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം വീണ്ടും ഡാൽഡ തേച്ച് കൊടുക്കണം. ഇങ്ങനെ 2-3 തവണ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അതൊക്കെ എല്ലാം കൂടെ വീഡിയോ കാണിച്ചു തരുമ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നത്. ഇനി ഇതുപോലെ ആദ്യം പരത്തിയ പോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുത്ത് വീണ്ടും ഡാൽഡ ആദ്യം തേച്ച് കൊടുത്ത പോലെ തന്നെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ ഇങ്ങനെ മടക്കി ഡാൽഡയൊക്കെ തേച്ച ശേഷം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തവണ കൂടി നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം ഡാൽഡയൊക്കെ തേച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയും ഇങ്ങനെ പരത്തി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഫ് സീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ടൊന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കട്ടെ. അതിന് വേണ്ടി നമുക്ക് കത്തി ഉപയോഗിച്ച് ഇതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്ന ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അവസാനം ചെറുതാക്കി പരത്തി ഇതേപോലെ പരത്തിയെടുത്ത ശേഷം പഫ്സാക്കി എടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം.
ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഷീറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 12 ഷീറ്റും പിന്നെ ഒന്ന് ആ സൈഡൊക്കെ നമ്മൾ മുറിച്ചെടുത്തില്ലേ ആ ഭാഗം കൊണ്ട് ഒരു ഷീറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇവിടെ ഉണ്ട്. ഞാൻ എഗ് പഫ്സ് ആണ് റെഡിയാക്കാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് ചിക്കൻ പഫ്സ് വേണമെങ്കിൽ റെഡിയാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കുമ്പോൾ ഉള്ളിയുടെ കൂടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി വെജ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട വെജ് മസാല തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഷീറ്റ് ഉണ്ടാക്കുന്നതൊക്കെ സെയിമാണ്. ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓരോ സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഓരോ എഗ്ഗും വെച്ച് കൊടുക്കുക. ഒന്നല്ല, ഒന്നിൻ്റെ പകുതിയാണ് വെക്കുന്നത്. ഇനി കോണോട് കോൺ ചേർത്ത് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇത് വേറെ രീതിയിലും മടക്കാം. ഞാൻ അവസാനം കാണിച്ചു തരാം. ആ മുറിച്ചെടുത്ത ഭാഗം കൊണ്ട് ഞാൻ അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതേ രീതിയിൽ ഞാൻ എല്ലാ പഫ്സും റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇനി ഇത് ഇതേപോലെ ക്രോസാക്കി വെച്ചിട്ട് ഈ രീതിയിലും പഫ്സ് തയ്യാറാക്കാറുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്ത് വേണം മസാല വെച്ച് കൊടുക്കാൻ. അതുപോലെ എഗ്ഗും വെച്ച് കൊടുത്ത് ഇതേ രീതിയിലും പഫ്സ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ പഫ്സൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. പൊരിക്കാൻ ഇതിന് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോ പഫ്സും വെച്ച് കൊടുക്കാം. സിമ്മിലാക്കി വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ 4 പഫ്സ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡിയായ ശേഷം ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് പകുതി വെന്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് എഗ്ഗ് വാഷ് ചെയ്യണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കണം. ഇനി ഇത് ഓരോന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും വെന്ത് കിട്ടണം. സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് ചെരിച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇത് കുറച്ച് സമയം വെന്ത് വരട്ടെ. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം പിടിച്ച് ഇവിടെ ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ എല്ലാ ഭാഗവും ഇതുപോലെ വെന്ത് കിട്ടും. ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി മൊരിഞ്ഞ പഫ്സായി വരുന്നുണ്ട്. ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതേ രീതിയിൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി എഗ്ഗ് പഫ്സ് റെഡിയായി വന്നിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ ആ മുകളിലുള്ള ഷൈനിങ് വരെ ഉണ്ട്. എഗ്ഗ് വാഷൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ പഫ്സ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ആരും ഉണ്ടാക്കാതെ ഇരിക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിലും അതും ഫ്രൈ പാനിൽ വെച്ചും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.